എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. ഹൗ ടു ചെക്ക് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നിങ്ങനെയുള്ള വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളുടെ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് ഉൾപ്പെടെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കഴിഞ്ഞ ശനിയാഴ്ചയോടെ തന്നെ പൂർത്തിയായതാണ്. ഇപ്പോൾ ഇന്നലെ മുതൽ ടാബുലേഷൻ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. ടാബുലേഷൻ വർക്കുകൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രൊസീജിയറാണ് ടാബുലേഷൻ വർക്കുകൾ എന്ന് പറയുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഒരു ഏപ്രിൽ മാസം 30-നകം തന്നെ 25-30-നകം തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. കാരണം ഇപ്പോൾ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാ വർഷങ്ങളിലും ഒരു ജൂണിൽ ഒക്കെ +1 പരീക്ഷ കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലായിട്ടാണ് സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നടക്കുക. ഞങ്ങളുടെ ബാച്ചായിരുന്നു അതിൻ്റെ ലാസ്റ്റ്. ഇപ്പോൾ ഞാൻ 2022 പ്രവേശനം നേടി 2023 ജൂലൈ 14 +1 റിസൾട്ട് വന്നു. ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ആയിട്ട് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ നടന്നു. നവംബറോ ഡിസംബറോ ആയിട്ട് അതിൻ്റെ റിസൾട്ട് വന്നു. സാധാരണ എല്ലാ വർഷങ്ങളിലും +1 പരീക്ഷാഫലം വന്നതിന് ശേഷം +2 ബോർഡ് എക്സാമിന് +2 പബ്ലിക് എക്സാമിന് മുമ്പ് തന്നെ നടത്തുന്ന ഒരു എക്സാമാണ് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം. എന്നാൽ ഞങ്ങളുടെ ബാച്ചിന് ശേഷം പിന്നെ വന്ന ബാച്ച് നിങ്ങളാണ്. ഞാൻ 2024 പാസ് ഔട്ടാണ്. ഞാൻ 2024 പാസ് ഔട്ട് ആകുമ്പോൾ അന്ന് പിന്നെ വന്ന ബാച്ച് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് മുതൽ എന്താണ് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ നിങ്ങളുടെ +2 മെയിൻ എക്സാമിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും. കാരണം ഞാൻ അന്ന് ഈ നിയമം വന്നപ്പോൾ ഈ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം +2 പബ്ലിക് എക്സാമിനൊപ്പം അത് നിയമം വന്നപ്പോഴേ ഞാൻ വിദ്യാർത്ഥികൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയതാണ്. എങ്ങനെയും +1 സപ്ലി ഇല്ലാതെ കയറിക്കോ, അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, എല്ലാവരും അവിയൽ കുറിച്ച പരുവത്തിൽ രാവിലെ +2 പബ്ലിക് എക്സാം, വൈകിട്ട് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം ഒരു അവിയൽ കുറച്ച പരുവത്തിലാകൂ എന്നുള്ളത് നമ്മളിത് കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ്, ഇങ്ങനെ തന്നെ വരുമെന്നുള്ളത്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. വാട്ടെവർ, പരീക്ഷ കഴിഞ്ഞു, വാല്യുവേഷൻ നടപടികൾ പൂർത്തിയായി, ടാബുലേഷൻ നടപടികൾ, അതായത് നിങ്ങളുടെ മാർക്ക് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ടാബുലേഷൻ നടപടികൾ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൗ ടു ചെക്ക് +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം റിസൾട്ട്. +1 സപ്ലിമെൻ്ററി പരീക്ഷാ ഫലം എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ +1 പരീക്ഷാഫലവും അതുപോലെ തന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാഫലവും കേരളത്തിൽ ഒറ്റ വെബ്സൈറ്റിൽ മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. അതാണ് kerala-results.nic.in. kerala-results.nic.in എന്ന ഒറ്റ വെബ്സൈറ്റിൽ മാത്രമേ +1 പരീക്ഷാഫലവും അതുപോലെ തന്നെ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കാറുള്ളൂ. ഈ SLC +2 പോലെ നിരവധി വെബ്സൈറ്റുകൾ, ഒരുപാട് വെബ്സൈറ്റുകളിലൊന്നും എന്ത് ചെയ്യാറില്ല, പ്രസിദ്ധീകരിക്കാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി kerala-results. നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മൊബൈലോ സിസ്റ്റം ഓൺ ആക്കുക. ശേഷം ഗൂഗിളിലോ ക്രോമിലോ കയറിയ ശേഷം kerala-results.nic.in എന്ന് സെർച്ച് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് DHSC ഫസ്റ്റ് ഇയർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് എക്സാം മാർച്ച് 2024 റിസൾട്ട് പബ്ലിഷ്ഡ് 2025 എന്നതിൽ മാർച്ച് 2025 റിസൾട്ട് പബ്ലിഷ് എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല. റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം മാത്രമേ ലിങ്ക് അവിടെ വരികയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ 2024 ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ 2025 ലിങ്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തുറന്നു വരുന്ന പേജ് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകാനുള്ള ഒരു പേജാണ്. ആ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി പിന്നെ സബ്മിറ്റ് നൽകുന്ന പക്ഷം, രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ലഭ്യമാകുന്നതായിരിക്കും. എന്തായാലും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഒരു ഏപ്രിൽ 25-നും 30-നും അകം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ലഭ്യമാക്കും. കാരണം ഈ +1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികൾ +2 മെയിൻ എക്സാമും എഴുതിയിരിക്കുന്നതാണ്, +2 പബ്ലിക് എക്സാം എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ട് വരേണ്ടത് അനിവാര്യമാണ്. കാരണം ഫർദർ സ്റ്റഡീസ്, ഡിഗ്രി പോലുള്ള ഫർദർ സ്റ്റഡീസിനൊക്കെ പോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ
+1 സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ റിസൾട്ട് വൈകിക്കാൻ സാധ്യതയില്ല. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവർ മൈ നെയിം ഈസ് ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.